ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി സെക്കൻഡ് സെമ്മിൻ്റെ സോഷ്യോളജി ഇൻ ഇന്ത്യ എന്ന മെയിൻ പേപ്പറിൻ്റെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് SC ഡ്യൂബ് സോഷ്യൽ ചേഞ്ച് മോഡേണൈസേഷൻ എന്നതാണ്. SC ഡ്യൂബിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത് നോക്കുക. നിങ്ങൾ വ്യക്തികളെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങളോട് ഇതിൽ എക്സാമിന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ഗ്രാമം, ഗോത്രം, ഗ്രാമീണ ജീവിതം എന്നിവയെ മാറ്റിമറിക്കുന്നതിലായിരുന്നു SC ഡ്യൂബിൻ്റെ സംഭാവന. ഗോത്ര സമുദായങ്ങൾ, ഗ്രാമീണ ജീവിതം, അവിടങ്ങളിലുണ്ടായ മാറ്റം, നവീകരണം, വികസനം എന്നിവയെക്കുറിച്ചാണ് അദ്ദേഹം കൂടുതലും എഴുതിയിട്ടുള്ളത്. ഇന്ത്യൻ ഗ്രാമങ്ങളെ ഒരു സാർവത്രിക ഘടനയായോ നിശ്ചലമായോ ഒന്നായോ അദ്ദേഹം കരുതിയിട്ടില്ല. മധ്യപ്രദേശിലെ നർസിംഗ്പൂരിൽ ജനിച്ച ശ്യാംചരൺ ഡ്യൂബ് എന്നറിയപ്പെടുന്ന ഒരു സോഷ്യോളജിസ്റ്റും ആന്ത്രോപോളജിസ്റ്റുമായിരുന്നു. ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആന്ത്രോപോളജിസ്റ്റും സോഷ്യോളജിസ്റ്റുമായിരുന്നു. 1996 ഫെബ്രുവരി 4 അദ്ദേഹം മരണപ്പെട്ടു. പൊളിറ്റിക്കൽ സയൻസിൽ വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം നാഗ്പൂരിലെ ബിഷപ്പ് കോളേജിൽ ലെക്ചററായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മധ്യപ്രദേശിലെ വിളമാറ്റ കൃഷി ചെയ്യുന്ന ഗോത്രത്തെക്കുറിച്ച് കമർ എന്ന തൻ്റെ പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പുസ്തകത്തിൻ്റെ പേരാണ് കമർ എന്നത്. നാഗ്പൂരിലെ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം സോഷ്യോളജിയും സോഷ്യൽ ആന്ത്രോപോളജിയും പഠിപ്പിച്ചു. ഇന്ത്യയുടെ ഗ്രാമീണ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ അദ്ദേഹം ഘടനാപ്രവർത്തനപരമായ രീതി തന്നെയാണ് ഉപയോഗിച്ചത്. ഇന്ത്യയിലെ മൊത്തം ഗ്രാമീണ മേഖലയെക്കുറിച്ച് പഠിക്കാൻ ഏതെങ്കിലും ഒരു ഗ്രാമത്തെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വിശ്വാസമാണ് ഡ്യൂബിന് ഉണ്ടായിരുന്നത്. തെലങ്കാനയിലെ ഷാമർപെറ്റ് മേഖലയുടെ ഗ്രാമീണ സംവിധാനത്തെയും ഘടനയെയും കുറിച്ച് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് ഇന്ത്യൻ വില്ലേജസ് എന്നത്. MN ശ്രീനിവാസിനെ പോലെ പങ്കാളിത്ത നിരീക്ഷണവും ഫീൽഡ് വർക്കും തന്നെയാണ് പഠനങ്ങളിൽ ഡ്യൂബും ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെതാണ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റം. ശ്രീനിവാസിനെ പോലെ ഡ്യൂബും ഗ്രാമങ്ങളുടെ സാമൂഹിക ഘടനയിലും സമ്പ്രദായത്തിലുള്ള മാറ്റങ്ങൾ പഠിക്കാൻ തന്നെയാണ് ശ്രമം നടത്തിയത്. തൻ്റെ കൃതിയായ ഇന്ത്യൻ വില്ലേജസിൽ ഷാമിർപേട്ടിലെ കഴിഞ്ഞ 50 വർഷത്തെ ഫ്യൂഡൽ ഭരണവും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ സ്വയംഭരണവും തമ്മിലുള്ളൊരു താരതമ്യം ഉൾപ്പെടെ മാറുന്ന ഗ്രാമത്തിനുള്ള ഒരു അധ്യായം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ള പ്രധാന വസ്തുതകൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ഒന്നാമതായിട്ട് ഗ്രാമങ്ങളുടെ വിവരണം, ജനങ്ങൾ, വീടുകളുടെ രീതി, അയൽപ്പക്കം മുതലായ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തി. പിന്നെ രണ്ടാമത്തെ കാര്യം, പരസ്പര സഹകരണമില്ലാത്ത ജാതികൾ, അന്തർജാതികൾ, അന്തർഗ്രാമ ബന്ധങ്ങൾ തുടങ്ങിയ സാമൂഹിക ഘടന അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. മൂന്നാമതായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവർക്ക് അവരുടേതായ മത സാമൂഹിക വ്യക്തിത്വമുള്ള 2 വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് അവിടെ നിലനിന്നിരുന്നു എന്ന് വിശദീകരിച്ചു. 4 ഗ്രാമങ്ങൾ സാമൂഹിക മത സംഘാടനത്തിൻ്റെ പേരിലും ഭരണ സംഘാടനത്തിൻ്റെ പേരിലും ആന്തരികമായി 2 വ്യത്യസ്ത യൂണിറ്റുകളായി സംഘടിക്കപ്പെട്ടിരുന്നു എന്നുള്ള വിവരണവും നൽകുന്നുണ്ട്. വീട്ടുജോലി, കൃഷി, ഉത്സവം, ചടങ്ങുകൾ, ജനനം, വിവാഹം, മരണം, അതുപോലെ ഗ്രാമഭരണം, രാഷ്ട്രീയം എന്നീ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ത്രീകളെയും നിരീക്ഷിച്ചു. അഞ്ചാമതായിട്ട് ഗ്രാമത്തിലെ പ്രാഥമിക ജാതി ഗ്രൂപ്പുകൾ പ്രത്യേക പരമ്പരാഗത സാമ്പത്തിക റോളുകളും പ്രവർത്തനങ്ങളും നിർവഹിക്കുന്നുണ്ട് എന്ന് വിശദീകരിച്ചു. ബ്രാഹ്മണർ, കോമാത്തീസ് എന്നീ വിഭാഗങ്ങൾ ഒഴികെ ജനസംഖ്യ എല്ലാ വിഭാഗങ്ങളും കോഴി വളർത്തലിൽ ഏർപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം തൻ്റെ ഗ്രന്ഥത്തിലൂടെ പറയുന്നുണ്ട്. ആറാമത് അദ്ദേഹം പറയുന്നത് നാടോടി കഥകൾ, പുരാണങ്ങൾ, വിശുദ്ധരും കവികളും മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കൽ, ബൈബിളിനെക്കുറിച്ചും മറ്റ് ജനപ്രിയ മതഗ്രന്ഥങ്ങളെക്കുറിച്ചും അറിവുള്ളവരുമായുള്ള ചർച്ചകൾ അല്ലെങ്കിൽ കൂടിക്കാഴ്ചകൾ, അതുപോലെ അനിമിസം, ബഹുദൈവാരാധന, ഏകദൈവ വിശ്വാസം എന്നിവയെല്ലാം ആചാരങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏഴാമത് പറയുന്നത് ബന്ധുത്വത്തിൻ്റെ പരസ്പര ബന്ധിതമായ ശൃംഖല കുടുംബത്തിൻ്റെ ഘടനയെ പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്നാണ്. ഗ്രാമീണ ഇന്ത്യയുടെ പ്രാഥമിക സവിശേഷത പിതൃദായകവും പാട്രിലോക്കലുമായ ന്യൂക്ലിയർ അല്ലെങ്കിൽ കൂട്ടുകുടുംബ യൂണിറ്റാണെന്ന് അദ്ദേഹം അതിലൂടെ വിശദീകരിക്കുന്നു. എട്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം ജോലിയുടെയും ഭക്ഷണക്രമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തൊഴിൽ വിഭജനം, ജീവിത നിലവാരം, സമൂഹത്തിനുള്ളിലെ സ്റ്റാറ്റസ് വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കപ്പെട്ടു. ഇനി സൊസൈറ്റി ആൻഡ് സോഷ്യൽ ചേഞ്ചാണ്, സമൂഹവും സാമൂഹിക മാറ്റവും. ഹൈദരാബാദ് നൈസാമിൻ്റെ ഭരണം അവസാനിച്ചതോടെയുള്ള മുസ്ലിം മേധാവിത്വത്തിൻ്റെ ഇടിവ്, അതുപോലെ നിർബന്ധിത തൊഴിൽ നിരോധനം, സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർബന്ധിത പിരിച്ചെടുക്കൽ, ഫ്യൂഡൽ എസ്റ്റേറ്റ് നിർത്തലാക്കൽ, തീവ്രമായ ക്ഷേമരാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, പൊതു തെരഞ്ഞെടുപ്പ് എന്നിവ സ്വാതന്ത്ര്യാനന്തരം ഡ്യൂബ് നിരീക്ഷിച്ചെന്ന ചില സാമൂഹിക മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങളുടെ പ്രചോദനവും നവീകരണവും അദ്ദേഹം പരിശോധിച്ചു.
തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം, അതുപോലെ സ്വാതന്ത്ര്യാനന്തര നയങ്ങൾ തുടങ്ങിയ നിയമ നടപടികളിലൂടെ ഭരണകൂടത്തിൻ്റെ നിർബന്ധത്തിന് ഗ്രാമങ്ങളിൽ ചെറിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് അദ്ദേഹം കണ്ടെത്തിയത്. യൂട്ടിലിറ്റി, സൗകര്യം, ലഭ്യത എന്നീ ഘടകങ്ങൾ കൂടുതൽ സ്വാധീനം ചെലുത്തി. അതുപോലെ തന്നെ ബസ്സുകളുടെയും ട്രെയിനുകളുടെയും പുതിയ തൊഴിലുപകരണങ്ങളുടെയും ഉപയോഗം ഇതിൻ്റെ അടയാളമായിട്ട് അദ്ദേഹം കണക്കാക്കുന്നു. നഗരപ്രദേശങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയ സർക്കാർ ഉദ്യോഗസ്ഥരും ഗ്രാമവാസികളുമാണ് ഈ മാറ്റങ്ങളുടെ ഏജന്റുമാരെന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇന്ത്യാസ് ചേഞ്ചിങ് വില്ലേജസ്, ഹ്യൂമൻ ഫാക്ടേഴ്സ് ഇൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഇന്ത്യയിലെ മാറുന്ന ഗ്രാമങ്ങൾ സാമൂഹിക വികസനത്തിലെ മനുഷ്യഘടകങ്ങൾ എന്ന തൻ്റെ കൃതിയിൽ ഡ്യൂഡ് ഈ മാറ്റങ്ങൾ കൂടുതൽ വിശകലനം ചെയ്തിട്ടുണ്ട്. ഈ കൃതിയിൽ ഡ്യൂഡ് ഗ്രാമീണ വികസന പദ്ധതികൾ, മാറ്റത്തോടുള്ള പ്രതികരണങ്ങൾ, സ്റ്റേറ്റ് ഏജന്റുമാരുടെ സ്വാധീനം, ആശയവിനിമയം, കമ്മ്യൂണിറ്റി വികസനത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ എന്നിവ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിൽ നടത്തിയ ഫീൽഡ് വർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളായിരുന്നു. പുതിയ സ്വതന്ത്ര സർക്കാർ അതിൻ്റെ ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെയും മാറ്റത്തിലൂടെയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആരംഭിച്ച കമ്മ്യൂണിറ്റി വികസന പരിപാടിയിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഗ്രാമവികസനത്തിനായി നടപ്പിലാക്കിയ സംഭവവികാസങ്ങളുടെ സ്വീകരണവും പ്രതികരണവും അതിൻ്റെ അനന്തരഫലങ്ങളും ഡ്യൂബ് സംഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ അതിനെത്രത്തോളം ആളുകൾ അംഗീകരിച്ചു, അതിനെത്രത്തോളം ആളുകൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതും അദ്ദേഹം വിശദീകരിച്ചു. കാർഷിക രീതികളിലെ മെച്ചപ്പെടുത്തൽ പോലെ ഈ പ്രോഗ്രാമുകളിൽ ചിലതിന് വിജയിക്കാൻ കഴിഞ്ഞുവെന്ന് അദ്ദേഹം കണ്ടെത്തി. എന്നാൽ മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം, കമ്മ്യൂണിറ്റി തോട്ടങ്ങൾ തുടങ്ങിയ ചില പരിപാടികൾക്ക് പ്രതീക്ഷിച്ച പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം മനസ്സിലാക്കി. മറുവശത്ത് കമ്മ്യൂണിറ്റി ലേബർ പ്രോജക്റ്റുകൾ പോലെയുള്ള പ്രോഗ്രാമുകൾ വിപരീത ഫലമുണ്ടാക്കിയതായിട്ടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തങ്ങൾ മുമ്പത്തെ പോലെ തന്നെ ചൂഷണം നേരിടുന്നു എന്ന തോന്നൽ തന്നെയാണ് ഈ പ്രോഗ്രാമുകളെല്ലാം നടപ്പിലാക്കിയിട്ടും തൊഴിലാളികളിൽ ഉണ്ടാക്കാനായത് എന്നാണ് ഡ്യൂബിൻ്റെ കണ്ടെത്തൽ. ഉയർന്ന ജാതിക്കാരുടെയും വർഗത്തിൻ്റെയും പങ്കാളിത്തമില്ലായ്മയാണ് അതിനെല്ലാം കാരണമായത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ആസൂത്രണ സമിതി രൂപം നൽകിയ വികസന പരിപാടികൾ പ്രത്യേക ഗ്രാമത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഫീൽഡ് ഏജന്റുമാർ പരിഷ്കരിച്ചു. അതായത് സർക്കാർ ഒരു നയം കാണും, അതിന് ഏൽപ്പിക്കപ്പെട്ട ഏജന്റുമാർ അതിനെ ഒന്ന് തിരുത്തി കാണും. അങ്ങനെയുള്ളൊരു സംഭവം അതിനിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് ഡ്യൂബ് കണ്ടെത്തി. അവർ പാലിക്കേണ്ട സമയപരിധിയും അവർ പാലിച്ചില്ല, ഏജന്റുമാർ. അതുകൊണ്ട് തന്നെ പദ്ധതികൾ പരാജയപ്പെട്ടു. ഇതിനു പുറമെ പദ്ധതികൾ പരാജയപ്പെടുന്നതിനുള്ള മറ്റൊരു കാരണമായിരുന്നു സാംസ്കാരിക ഘടകം. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ മിക്ക ഭാഗങ്ങളിലും താഴ്ന്ന ജാതിക്കാർ വിശ്വസിച്ചിരുന്നത് വായനയും എഴുത്തും തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒന്നല്ല, അത് ഞങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദൈവകോപം ഞങ്ങളുടെ മേലുണ്ടാകും എന്നൊരു വിശ്വാസമാണ് കാലങ്ങളായിട്ട് അവർ വെച്ച് പുലർത്തി പോന്നിരുന്നത്. അപ്പോൾ ആ കാരണം കൊണ്ട് അവരെന്ത് ചെയ്തു, വിദ്യാഭ്യാസ പദ്ധതികളിൽ നിന്ന് വിട്ടുനിന്നു. അതിനവർ തയ്യാറായില്ല. ഗവൺമെൻറ് ഏജന്റുമാരും സാംസ്കാരിക ഘടകങ്ങളുമാണ് മാറ്റത്തിന് വേണ്ടിയുള്ള പദ്ധതികൾക്ക് എതിരായിട്ടുള്ളതായിരുന്നു ആരുടെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത്, ഡ്യൂബ് തൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത്. എങ്കിലും തൊട്ടുകൂടായ്മ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കിയപ്പോൾ ഏറെക്കുറെ അത് ഇല്ലായ്മ ചെയ്യാനായി. എങ്കിലും ചില ഗ്രാമങ്ങളിലെങ്കിലും അത് എന്ത് ചെയ്തിട്ടില്ല, തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. ഇനി അദ്ദേഹത്തിൻ്റെ മോഡേണൈസേഷൻ സങ്കല്പമാണ് ആധുനികവൽക്കരണം. ആധുനികവൽക്കരണം എന്നത് വളരെ സങ്കീർണമായൊരു പ്രതിഭാസമാണ്. അത് പലതരത്തിലുള്ള പരസ്പര ബന്ധിതമായ മാറ്റങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് ഡ്യൂബ് പറയുന്നത്. ഇന്ത്യയുടെ ആധുനികവൽക്കരണത്തെക്കുറിച്ച് വിവരിക്കുന്ന ഡ്യൂബിൻ്റെ പ്രധാന കൃതിയാണ് കണ്ടംപററി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് മോഡേണൈസേഷൻ, സമകാലിക ഇന്ത്യയും അതിൻ്റെ ആധുനികവൽക്കരണവും എന്നത്. ഈ കൃതിയിൽ ഇന്ത്യയുടെ നവീകരണത്തിനുള്ള ചട്ടക്കൂട് പാലിക്കേണ്ട ചില മാനദണ്ഡങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്ന മാനദണ്ഡങ്ങൾ നോക്കുക. ഒന്നാമത്തത് ബോധപൂർവം ആസൂത്രണം ചെയ്ത പ്രാദേശിക വംശീയ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പരസ്പരാശ്രിതത്വം. രണ്ടാമത്തത് സാമൂഹിക നിയന്ത്രണവും സാമൂഹിക അച്ചടക്കവും ഉണ്ടായിരിക്കണം. 3 വൈദഗ്ധ്യത്തോടെയുള്ള നയരൂപീകരണവും നയം നടപ്പിലാക്കലും. നാലാമത്തത് മികച്ച പ്രകടനത്തിൽ പ്രതിഫലം കൊടുക്കുകയും തൽഫലമായി ഒരു റിവാർഡ് സംവിധാനത്തിലൂടെ കാര്യക്ഷമതയില്ലായ്മയെയും അഴിമതിയെയും നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും വേണം എന്നാണ്. അതായത് നല്ല കാര്യങ്ങൾ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു പ്രതിഫലം എന്നോണം എന്തെങ്കിലും കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ആധുനികവൽക്കരണത്തിൻ്റെ പേരിൽ സംഭവിച്ചത് പാശ്ചാത്യവൽക്കരണമാണ് ഇന്ത്യയിൽ ശരിക്കും എന്നാണ് ഡ്യൂബിൻ്റെ വാദം. ഈ പാശ്ചാത്യവൽക്കരണം പാശ്ചാത്യരെ അനുകരിക്കലല്ലാതെ മറ്റൊന്നുമല്ല എന്നും ഡ്യൂബ് പറയുന്നുണ്ട്. എന്നാൽ ഡ്യൂബ് നിർദ്ദേശിച്ചത് വെറും അനുകരണത്തിന് പകരം ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ആധുനികവൽക്കരണവും വികസന പരിപാടികളുമായിരുന്നു. ബ്യൂറോക്രസി, നേതൃത്വം, വിദ്യാഭ്യാസം, ആസൂത്രണം, മതേതരത്വം എന്നിവയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ കേവലം സാമ്പത്തിക വളർച്ചയെ മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം ജനങ്ങളുടെ ജീവിതത്തെ തന്നെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന ആധുനികവൽക്കരണം സാധ്യമാക്കുന്നതിനുള്ള കുറേ നിർദ്ദേശങ്ങളായിരുന്നു.
ഡ്യൂബിൻ്റെ പിൽക്കാല കൃതിയായ മോഡേണൈസേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ദ സെർച്ച് ഫോർ അൾട്ടർനേറ്റീവ് പാരാഡിംസ് ആധുനികവൽക്കരണവും വികസനവും ബദൽ മാതൃകകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്ന ഗ്രന്ഥത്തിൽ സംസ്കാരം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പരിഗണിക്കുന്ന ആധുനികവൽക്കരണത്തിന് വേണ്ടി ഡ്യൂബ് ആവശ്യപ്പെടുന്നുണ്ട്. ആധുനികവൽക്കരണ പദ്ധതി എല്ലാവരെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനുള്ള മെച്ചപ്പെട്ട മാർഗം ആസൂത്രണം ചെയ്യുന്നതിനായി നിലവിലുള്ള സംസ്കാരം മനസ്സിലാക്കുന്ന ഒന്നായിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആധുനികവൽക്കരണത്തിനുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം പരിസ്ഥിതി ഘടകങ്ങളെയും പരിഗണിച്ചിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളിലൂടെയോ മറ്റ് നടപടികളിലൂടെയോ ഉള്ള പുതിയ വികസന പദ്ധതികൾ പ്രദേശത്തിൻ്റെ പരിസ്ഥിതിയെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒന്നായിരിക്കരുത് എന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം നവീകരണ പദ്ധതികൾ എന്നർത്ഥം. താഴ്ന്ന ജാതിക്കാർക്കും താഴ്ന്ന വർഗ്ഗക്കാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതി സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരിടം കൊടുക്കണമെന്നും ഡ്യൂബ് ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആധുനികവൽക്കരണം കൈവരിക്കുന്നതിന് വികസന പരിപാടിയെ നയിക്കേണ്ട 3 തത്വങ്ങളുണ്ട്. ഒന്നാമത്തത് മനസ്സാക്ഷിത്വമാണ്. അതിൽ മനസ്സാക്ഷിത്വം എന്നത് സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വിമർശനാത്മകമായ ധാരണയും പ്രത്യേകിച്ച് അടിച്ചമർത്തലിൻ്റെ മൂലകാരണങ്ങൾ തിരിച്ചറിയലുമാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ സംവരണമുണ്ട്. അത് വിദ്യാഭ്യാസ സംവരണം, രാഷ്ട്രീയ സംവരണം തുടങ്ങിയ ഉൾപ്പെടുന്ന വിവിധ ഗ്രൂപ്പുകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കാൻ ഗവൺമെൻറ്റോ കമ്മിറ്റികളോ സ്വീകരിച്ച നയങ്ങളാണ് സ്ഥിരീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന രണ്ടാമത്തെ തത്വം. മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത് സ്ഥാപന നിർമ്മാണമാണ്. വികസന പരിപാടികൾ സുഗമമാക്കുകയും അതിൻ്റെ വ്യാപനം ഉറപ്പാക്കുകയും ചെയ്യുന്ന പുതിയ സ്ഥാപന ചട്ടക്കൂടുകളുടെ രൂപീകരണമാണ് സ്ഥാപന നിർമ്മാണത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വികലാംഗക്ഷേമ കോർപ്പറേഷനുകൾ, അതുപോലെ ശിശു വനിതാക്ഷേമ വകുപ്പുകൾ, ന്യൂനപക്ഷക്ഷേമ വകുപ്പുകൾ തുടങ്ങി സർക്കാർ പുതിയ സ്ഥാപനങ്ങൾ രൂപീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഏറെക്കുറെയൊക്കെ നമ്മുടെ നാട്ടിലായിട്ടുണ്ട് അല്ലേ. ഈ തത്വങ്ങൾ സമൂഹത്തിലൊരു വിഭാഗത്തിന് മാത്രം പ്രയോജനപ്പെടുന്ന വികസനത്തിന് കാരണമാകുന്ന അസന്തുലിതമായ മാറ്റങ്ങളുടെയും കർക്കശമായ സാമൂഹിക മാനദണ്ഡങ്ങളുടെയും വെല്ലുവിളികളില്ലാതെ ആധുനികവൽക്കരണം സാധ്യമാക്കുന്ന ഒരു വികസന മാതൃക രൂപപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. രാജ്യത്തിന് മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയേക്കാൾ എല്ലാവർക്കും സാമൂഹിക സാമ്പത്തിക വളർച്ച പ്രദാനം ചെയ്യുന്ന ഒരു വികസനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഒരു ബദൽ മാതൃകയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശത്തെ പ്രേരിപ്പിച്ചത്. ഡ്യൂബിൻ്റെ അഭിപ്രായത്തിൽ വികസനത്തിന് 4 ഘട്ടങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഘട്ടം അദ്ദേഹം പറയുന്നത് സാമ്പത്തിക വളർച്ചയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. സാമ്പത്തിക വികസനത്തിന് തുല്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് സാമൂഹിക മാറ്റവും സാമ്പത്തിക വളർച്ചയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അംഗീകാരമാണ്. മൂന്നാം ഘട്ടം നിലവിലുള്ള വികസന മാതൃകകളുടെയും ആധുനികവൽക്കരണത്തിൻ്റെയും പോരായ്മകൾ തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഘട്ടമാണ്. ഈ ഘട്ടം ക്രിയാത്മകവും പ്രതികരിക്കുന്നതുമായ ഒരു ഘട്ടമാണ്. അതായത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഘട്ടമാണ്. നാലാം ഘട്ടം എന്ന് പറയുന്നത് ലോകക്രമവും ദേശീയക്രമവും മനസ്സിലാക്കുന്ന പ്രതിഫലന ഘട്ടമാണ്. ലോകത്തെയും ദേശീയ സംഭവങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയും സംവിധാനവും ഈ ഘട്ടത്തിൽ പ്രതിഫലിക്കും. സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുന്നതിനൊപ്പം സാംസ്കാരിക വൈവിധ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്ന സ്ഥാപന ചട്ടക്കൂടുകൾ സ്ഥാപിക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ശരിക്കും ഡ്യൂബ് നിർദ്ദേശിക്കുന്നത് ഈ ചട്ടക്കൂടുകൾ അതിൻ്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വിതരണം ചെയ്യുകയും അവരെ ഒരു തുല്യ വളർച്ചയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സാമ്പത്തിക വളർച്ചയെ മാത്രം കേന്ദ്രീകരിച്ചുള്ള വികസനം തള്ളിക്കളയുകയും സാമ്പത്തിക വളർച്ച സാധ്യമാക്കുന്ന ഒരു പുതിയ വികസന മാതൃക സ്വീകരിക്കുകയും വേണം എന്നൊരു നിർദ്ദേശം കൂടി ഡ്യൂബ് വെക്കുന്നു. ഇത്രയാണ് നമ്മളുടെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഇതിൽ അനിമേഷനെക്കുറിച്ച് അനലോഗിയെക്കുറിച്ച് അല്ലേ, അനലോഗിയെക്കുറിച്ച് ചോദിച്ചിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ ഒരു സമൂഹത്തൊരു ജീവിയെ പോലെ കാണുകയും ഒരു ജീവി തൻ്റെ ശരീരത്തിൻ്റെ വിവിധ പാർട്ടുകൾ കൊണ്ട് എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുന്നു അതുപോലെ സമൂഹവും അതിലെ വിവിധ വ്യക്തിത്വങ്ങളെയും അതിൻ്റെ വിവിധ സ്ഥാപനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പല ജോലികളും ചെയ്യുന്നു. ആ സ്ഥാപനങ്ങൾ അതിൻ്റെ ജോലികൾ, ആ വ്യക്തികൾ അതിൻ്റെ പ്രവൃത്തികൾ കൃത്യമായി ചെയ്യില്ലെങ്കിൽ സമൂഹം തകരും. അതേപോലെ ഒരു ജീവി അതിൻ്റെ ശരീരാവയവങ്ങൾ ഉപയോഗിച്ച് അതിൻ്റെ പ്രവൃത്തികൾ ശരിയായി ചെയ്തില്ലെങ്കിൽ ജീവിയുടെ തകർച്ചയുണ്ടാകും. അതല്ലാതെ കൃത്യമായി ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിജയിച്ചു മുന്നേറും. അതേപോലെ തന്നെയാണ് സമൂഹവും. അതിൻ്റെ ജോലികൾ, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ആ സമൂഹവും വിജയിച്ച് മുന്നേറും എന്നുള്ള ഒരു തത്വമാണ് കേട്ടോ ഓർഗാനിക് അനലോഗിയിൽ വരുന്നത്. അത് ഇതിൽ കണ്ടിരുന്നു, കമൻറ്റിൽ ഒന്ന് വിശദീകരിക്കുമെന്ന് ചോദിച്ചിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇല്ലെങ്കിൽ വാട്സപ്പ് നമ്പറുണ്ട്, വാട്സപ്പിൽ വന്നാലും ഒന്ന് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക്സ്.